കാന്താർ എന്നുള്ള സിനിമയ്ക്ക് ആ അച്ഛൻ്റെ ക്യാരക്ടർ എഴുതിയപ്പം തുടക്കത്തിലുള്ള ക്യാരക്ടർ എഴുതിയതെല്ലാം എങ്ങനെയാണെന്ന് വെച്ചാൽ പടം തുടങ്ങുന്നത് തന്നെ ഈ അച്ഛൻ എയർപോർട്ടിൽ നിൽക്കുന്നതായിട്ടാണ് ആ പടത്തിൻ്റെ ഒരു തുടക്കം എഴുതി. പിന്നീട് പലരും വന്ന് അതിനകത്ത് എന്തൊക്കെയോ ആയിട്ടെല്ലാം കൈവിട്ട് പോയി. ആക്ച്വലി ആ കഥ ഞാൻ പറഞ്ഞ സമയത്ത് അമിത്ജി എന്ന് പറയുന്ന വ്യക്തിയുടെ മകനാണ് ഈ മരിച്ചിരിക്കുന്നത്. അപ്പം അദ്ദേഹം എയർപോർട്ടിലുണ്ട്. അവിടെ ഭയങ്കര ബഹളം, ഭാരത് മാതാ കി ജയ്, അത് ഇത് ഇതെല്ലാം. അപ്പോൾ ഈ വയസ്സായിട്ടുള്ള ഈ ആൾക്കാരൊക്കെ തട്ടിമാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഓഫീസർ മോഹൻലാലിൻ്റെ ക്യാരക്ടർ ഈ ബോഡിയായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ഇവൻ്റെ അച്ഛനാണെന്നുള്ളത് അറിയാം. നോക്കുമ്പോൾ അരേ ലോക്നാഥ് ജി എന്ന് പറഞ്ഞ് ചെല്ലുമ്പോഴാണ് ആൾക്കാർ പിന്നെ അറിഞ്ഞ് ഈ മനുഷ്യൻ്റെ അച്ഛനാണിതെന്നുള്ളത്. അവിടെ കിട്ടുന്ന ജനങ്ങളൊരു വികാരം ഇതൊക്കെയായിരുന്നു. ആ ഒരു ഫീലിലായിരുന്നു അമിത്ജീനെ അങ്ങോട്ട് റിസീവ് ചെയ്യുന്നത്, ഭയങ്കര ജൈജാൻറ്റിക്കായിട്ട്. ആ തള്ളി മാറ്റിയിട്ടുള്ള ക്രൗഡിനെ തനിയെ മാറിക്കൊണ്ട് അമിത്ജീനെ മോഹൻലാൽ വിളിച്ചുകൊണ്ട് വരുന്ന സീക്വൻസിലാണ് നമ്മൾ പടം തുടങ്ങിയിരുന്നത്. അപ്പം പിന്നെ ഒരു കഥയിലെല്ലാം മാറിപ്പോയി പലതും. അതാണ് ചിലപ്പോൾ ഈ ഡിസ്കഷൻ ചെയ്യാൻ വരുന്ന പല പാർട്ടീസും പലതും കൺഫ്യൂസ് ചെയ്തത്. അങ്ങനെ പോയതാണ്. ഷൂട്ടിങ്ങിന് വരുന്നതൊക്കെ സർപ്രൈസിൻ്റെ മുകളിൽ സർപ്രൈസായിരിക്കും. ഷൂട്ടിങ്ങിന് ഫസ്റ്റ് ഡേ തലേ ദിവസം എൻ്റെ അടുത്ത് ചോദിച്ചു, സ്ക്രിപ്റ്റ് ഞാൻ 4 സീൻസും കൊടുത്തിട്ട് പറഞ്ഞു, അമിജി കൽക്കി എൻ്റെ അടുത്ത് ചോദിച്ചു നാളെ എത്ര മണിക്കാണെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു അമിജി പറഞ്ഞാൽ മതി, കാരണം തണുപ്പൊക്കെ അല്ലേ ഊട്ടിയിൽ. നോ യു ടെൽ മീ. ഞാൻ പറഞ്ഞു ഐ വോണ്ട് ടു ടേക്ക്, ബിക്കോസ് അതിൻ്റെ ഒരു എക്സ്റ്റീരിയർ ഫീലൊക്കെ ഉണ്ട്. അപ്പോൾ ഏർലി മോർണിംഗ് സൺറൈസൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല രസമായിരിക്കും എന്നുള്ളത്. എത്ര മണിക്കെന്ന് വെച്ചു. അപ്പോൾ 7 മണിയൊക്കെ ആണെങ്കിൽ ഓക്കെ, ബട്ട് യു ടെൽ മീ ദം. 7 മണി. ഞാൻ യു വിൽ കം അറ്റ് 7. യെസ്. അപ്പോൾ എനിക്കറിയാതെ യെസ് എന്ന് പറഞ്ഞാൽ 7 മണിക്ക് അവിടെ എത്തിയിരിക്കും. അങ്ങനെ പിറ്റേ ദിവസം അന്ന് രാത്രി അന്ന് ഏർലി മോർണിംഗ് 5 മണിക്ക് ഞങ്ങൾ പോയിട്ട് എല്ലാം സെറ്റ് ചെയ്തു. ഒരു കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് തൻ്റെ ഭാര്യയോട് സംസാരിക്കുന്ന അമിത്ജിയുടെ സീൻ. അപ്പോൾ ഞാൻ അതേ ഹൈറ്റുള്ള 6'3" ഹൈറ്റുള്ള ഒരാളെ യൂണിറ്റിൽ നിന്ന് പിടിച്ചു നിർത്തി കംപ്ലീറ്റ് ലൈറ്റപ്പ് എല്ലാം ചെയ്ത് എവറിത്തിങ് ഈസ് പെർഫെക്റ്റ് മാർക്ക് ചെയ്തു. കൃത്യം 6:55 കാർ വന്ന് നിൽക്കുന്നു, പുറത്തിറങ്ങുന്നു. 4 സീൻസും കയ്യിലുണ്ട്. ചോദിച്ചു വിച്ച് സീൻ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ദിസ് വൺസ്. ആ സീൻ മാത്രം എടുത്ത് ബാക്കിയുള്ളത് അസിസ്റ്റൻ്റിൻ്റെ അടുത്ത് കൊടുത്ത് ഓക്കെ കേട്ടോ ചലോ 7 o'clock ഈ സ്റ്റാൻഡിങ് ഓൺ ദാറ്റ് സ്പോട്ട്. ഇത് കണ്ടുപിടിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇന്നത്തെ ഞാനിപ്പോൾ ആരെയും കുറ്റം പറയല്ല, പക്ഷേ ഒരു സിനിമയിൽ എന്തുകൊണ്ട് ബിഗ് ബി ഇത്രയും കാലമായിട്ട് അതുപോലെ നിൽക്കുന്നു? വയസ്സിനനുസരിച്ച് അദ്ദേഹം ഗ്രോ ചെയ്തു. അച്ഛൻ്റെ ക്യാരക്ടർ എടുത്തു. ഇപ്പം 16 വയസ്സായുള്ള പെൺകുട്ടികളുടെ കൂടെ അഭിനയിക്കുള്ളൂ എന്നുള്ള വാശിയൊന്നും പിടിക്കില്ല. അദ്ദേഹം അച്ഛനായി, അമ്മാമനായി, അച്ഛനായി, മുത്തച്ഛനായി പല ക്യാരക്ടറും അദ്ദേഹം ചെയ്തിട്ട് ഇന്നും സ്റ്റാൻഡിങ് ടോൾ എന്നുള്ളതാണ്. അവിടെയാണ് അമിതാഭ് ബച്ചൻ എന്തുകൊണ്ട് അമിതാഭ് ബച്ചൻ ആയി എന്നുള്ളത് വരുന്നത്. അങ്ങനെ ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ മൂപ്പരുടെ പിന്നെ വരുന്നു ഓക്കെ അവൻ ചെയ്യും, ഓക്കെ. പിന്നെ മോണിറ്ററൊന്നും നോക്കുന്നില്ല. ചില ഷോട്ട് കഴിഞ്ഞാൽ മൂപ്പർ വേഗം വന്നിട്ട് പറയും വിൽ ഗോ ഫോർ 1 more, ഐ ക്യാൻ ഇംപ്രൂവ് എന്നിട്ട് പറയും 2ഉം വെച്ചോ ഏതാ വേണ്ട ചെറുത്തോന്ന് പറയും. അതാണ് ആ മനുഷ്യൻ. അല്ലാതെ എന്തെങ്കിലും കാരണവശാൽ അദ്ദേഹത്തിൻ്റെ തെറ്റ് പറ്റിയിട്ട് നമുക്ക് രണ്ടാമതൊരു ഷോട്ട് എടുക്കേണ്ടി വന്നിട്ടില്ല. നമ്മുടെ ചിലപ്പോൾ ഫോക്കസ് ഒന്ന് ഔട്ടായി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയി അമിജി ഒന്ന് ഓക്കെ നോ പ്രോബ്ലം. പക്ഷെ അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്ന് സോ മച്ച് ഓഫ് പെർഫെക്ഷൻ. ഈ ഡയലോഗ് മുഴുവൻ പഠിച്ചിട്ട് വരികയാണ്. 1.5 days ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് ഷൂട്ടിങ് ഫിനിഷ് ചെയ്തു. അപ്പോൾ ഉച്ചയായപ്പം ഞാൻ പറഞ്ഞു 1 മണിക്ക് ജനറലി ഞാൻ ബ്രേക്ക് ചെയ്യും, കാരണം അദ്ദേഹത്തിന് ആ കറക്റ്റ് ടൈമിന് ശാപ്പാട് കൊടുക്കുക. ബ്രേക്ക് ചെയ്തപ്പം ഞാൻ പറഞ്ഞു അമിജി ഒറ്റ ഷോട്ടേ ഉള്ളൂ, വേണമെങ്കിൽ നമുക്ക് തീർത്തിട്ട് ബ്രേക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഒറ്റ ഷോട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ തീർന്നു. അമിജിയുടെ 4ാമത്തെ സീനിൻ്റെ ലാസ്റ്റ് ഷോട്ടാണെന്ന്. വാട്ട് നോൺസെൻസ്, ഐ എം നോട്ട് ഗോയിങ്, ഐ ഗേവ് യു 3 days. ഇതിപ്പോൾ 1.5 days ഇഫ് യു ഫിനിഷ് ഐ വിൽ നോട്ട് ഗോ എന്ന്. ഹി ഡിഡ്ന്റ് ഗോ ഫ്രം ഹി ഡിഡ്ന്റ് ലീവ് ഊട്ടി. അന്ന് ഉച്ചയ്ക്ക് ശേഷം എല്ലാവരുമായിട്ട് ഫോട്ടോ എടുക്കലും ഫുൾ ഫ്ലെഡ്ജ് ഹാപ്പിനെസ്. കംപ്ലീറ്റ് ആൾക്കാരെ വിളിച്ച് ഫോട്ടോ എടുക്കലും അന്നേരം ഒരു ആഘോഷമായിരുന്നു. അതിന് പിറ്റേ ദിവസം ഞാൻ അദ്ദേഹത്തെ കൊണ്ടുപോയി മിലിറ്ററി ക്യാമ്പിലൊക്കെ കൊണ്ടുപോയി MRCയിലും ഒക്കെ കറക്കടിച്ച് യാത്ര അയച്ചിട്ട് വന്നു.